ഹലോ, എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു? കുറേ ദിവസമല്ല നമ്മൾ കണ്ടിട്ട് ലോങ് വീഡിയോ ചെയ്യാൻ കുറച്ച് മടിയായിപ്പോയി. അങ്ങനെയാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്തില്ല. സോ ഇന്ന് ഞാനൊരു സോയാബീൻ കറി വെക്കാൻ വിചാരിച്ചു. ബിക്കോസ് വീട്ടിൽ നോൺ വെജ് ഒന്നും ഇല്ല. സോ സോയാബീൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമല്ലോ. സോ അങ്ങനെ നമുക്ക് സോയാബീൻ കറി പ്രഷർ കുക്കറിൽ റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഞാൻ അതിക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കിയില്ല ഇതുവരെ. സോ ഞാൻ എല്ലാം കട്ടാക്കി റെഡിയാക്കിയിട്ട് ഞാൻ തിരിച്ച് വരാം. ആൻഡ് സോയാബീൻ ഞാൻ ഓൾറെഡി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. സോ അത് അവിടെ ഒരു സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ടാക്കിയിട്ട് ഞാൻ റെഡി ആക്കിയിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് സ്പെഷ്യലായിട്ടൊരു സോയാബീൻ കറി റെഡിയാക്കാം, അത് കുക്കറിൽ. ഓക്കെ, ഞാൻ ആദ്യം കുക്കറിൽ ട്രൈ ചെയ്യുന്നത്. സോ എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ. ഓക്കെ, സോയാബീൻ ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇത് ഓൾമോസ്റ്റ് സോഫ്റ്റ് ആയല്ലോ. ഓക്കെ, ഇന്ന് നമുക്ക് ഇതിക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ സൈസിൻ്റെ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഓൾറെഡി പേസ്റ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് ഞാൻ പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ക്ലീൻ ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ ഇതിൽ പെരിഞ്ചീരകമാണ്, ഈ അളവിൽ പെരിഞ്ചീരകമാണ് ഇടുന്നുണ്ട്. ഇതിൽ 2 സ്പൂൺ മുളക് പൊടിയാണ്. ഞാനിവിടെ യൂസ് ചെയ്ത് എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് എത്ര മുളക് പൊടി വേണോ അത്ര യൂസ് ചെയ്യാം. പിന്നെ മുളക് പൊടി ഏത് അളവിൽ ഇട്ടുണ്ടോ അതേ സെയിം മെഷർമെൻറ്റിൽ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് ഇത്ര ഐറ്റംസ് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അരച്ച് കൊണ്ടുവരാം. ഓക്കെ, സോ മസാല ഞാനിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. സോ എണ്ണ ഇടുവാണ്. ചൂടായി വരുമ്പോൾ ഇതിൽ ഗരം മസാലയുടെ ഇല, പിന്നെ ഇത് പട്ട, പിന്നെ ഗ്രാമ്പ്, ഇത് നമ്മൾ ഇതിലിടുവാണ്. ഓക്കെ, എനിക്കിത് മലയാളത്തിൽ അറിയത്തില്ല പറയാൻ. സോ ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മീൻസ് സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ഇതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച തക്കാളി പേസ്റ്റ് നമുക്ക് ഇതിൽ ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ തക്കാളി പേസ്റ്റ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് അത് മാറിയിട്ടുണ്ട്. സോ നമുക്കിതിൽ നെക്സ്റ്റ് സോയാബീൻ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ സോയാബീൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ജാറ് കഴുകിയ വെള്ളം നമ്മൾ കളയാൻ പാടില്ല. സോ അത് ഞാൻ ഒഴിച്ച് കൊടുക്കും, ഇതിൽ ഇട്ടിട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുവാണ്. ഇത് കുക്കർ അടച്ചിട്ട് 3 വിസിൽ നമുക്ക് എടുക്കാം. ഇതിനിപ്പോൾ ഞാൻ ഇതിൽ 3 വിസിൽ എടുക്കുവാണ്. 3 വിസിൽ എടുത്തപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് നല്ല ഗ്രേവി ആയിട്ട് തിക്കായിട്ട് നമുക്കിത് കിട്ടും. സോ നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് ബൗളിൽ എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലൈറ്റായിട്ട് എരിവുണ്ട്, ടേസ്റ്റ് കൊള്ളാം. പക്ഷെ കുക്കറിൽ വെക്കുന്ന ഒരു ഡിഫറൻസ് എന്താ പറയുന്നത്, സോയാബീൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നല്ല രസമുണ്ട്. കറി വയ്ക്കുമ്പോൾ ഇത്ര സോഫ്റ്റായിട്ട് കിട്ടത്തില്ല, കുക്കറിൽ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനൊരു രസമുണ്ട്. സോ ഐ തിങ്ക് കുക്കറിൽ വെക്കുന്നത് നല്ലതായിരിക്കും. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടൈം ഞാൻ വെക്കുന്നതെങ്കിൽ നെക്സ്റ്റ് കുക്കറിൽ വെക്കുന്നത് സോയാബീൻ. ആൻഡ് ഈ റെസിപ്പി നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ എന്താ പറയുന്നത്, ഇതിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഗരം മസാല ഇതിൽ ആഡ് ചെയ്തില്ല. ലാസ്റ്റ് ഞാൻ ഗരം മസാല കുറച്ച് ആഡ് ചെയ്തു. സോ ഗരം മസാല ആഡ് ചെയ്യാണ്. പിന്നെ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. കൂടുതൽ വെള്ളം ഒഴിച്ചെങ്കിൽ അതിൽ മേളിൽ അങ്ങനെ വെള്ളം നിൽക്കും. സോ വെള്ളം കുറച്ച് നോക്കിയിട്ട് കുറച്ച് ഫ്ലോട്ട് ആവുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി.
പക്ഷേ ഇത് സോയാബീൻ കറി സൂപ്പർ, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്തു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല. ഓക്കെ, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. ബൈ.